ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സ് നിറയെ പ്രണയവുമായി കൂടെ ഞാൻ റീനു. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഇത്ര ഫേമസ് ആയിട്ടുള്ള വരികളാണല്ലേ. നിനക്കായി മാത്രം ഞാനൊരു പുഷ്പം സൂക്ഷിക്കാമെന്ന്. എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പാട്ടും നിനക്കായി മാത്രം. എനിക്കെന്തൊക്കെയുണ്ടോ അതെല്ലാം നിനക്കായാണെന്ന്. അത്രയ്ക്കുണ്ട് എനിക്ക് നിന്നോട് പ്രണയം. പ്രണയത്തെ സ്നേഹിക്കുന്ന, പ്രണയത്താൽ നിറയാൻ കൊതിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയധീരത കൈവിടാത്ത മനസ്സുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ വീണ്ടും വീണ്ടും സ്നേഹം ജനിക്കും. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ മനസ്സ് നിറയെ പ്രണയവുമായി കൂടെ റീനു. ലവ് ഇസ് ദി ബ്യൂട്ടി ഓഫ് ദി സോൾ. പ്രണയം ആത്മാവിൻ്റെ സൗന്ദര്യമാണ്. പ്രണയിക്കുന്ന വ്യക്തിയാണ് ഈ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആള്. സത്യത്തിൽ ഇതയാളുടെ ബ്യൂട്ടി കൊണ്ട് നമുക്ക് തോന്നുന്നതല്ല കേട്ടോ. ഇഷ്ടപ്പെട്ടയാളെ കാണുമ്പോൾ ചുറ്റുമുള്ള ഒന്നിനെയും നമ്മൾ ശ്രദ്ധിക്കാതാവും. കണ്ണുകൾ ഉടക്കുന്നത് അയാളിൽ മാത്രമാകും, ചിന്തകളിലും അയാൾ മാത്രം. ഇങ്ങനെ ലോകത്തിലുള്ള മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ മനസ്സ് മുഴുവനിലും അയാളാകും. നമ്മൾ പ്രണയത്താൽ നിറയും. നമുക്ക് തോന്നും ഈ ലോകത്തിൽ മറ്റൊന്നിനും ഇത്രയും മനോഹാരിതയില്ല, മറ്റൊരു സൗന്ദര്യവും ഇതിനടുത്ത് എത്തില്ല എന്ന്. അല്ലേ? ആണോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടസ്റ്റ് പേജിൽ പോയിട്ട് ഇതിൻ്റെ ഉത്തരം ഒന്നും പറയണേ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സന്ദേശ്, ഐ ലവ് യു സോ മച്ച്, പ്ലീസ് കം ടു മീ എന്ന ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ മീര പറഞ്ഞിട്ടുണ്ട്. വിശാഖ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഞാൻ നിന്നെ സ്കൂളിൽ കാണുന്നുണ്ട്. പറയണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കണ്ടു കഴിയുമ്പോൾ നീ എന്നും ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. ഞാൻ നിന്നോട് എന്ത് ചെയ്തു? എനിക്കറിയാം നീ ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ടെന്ന്. ദയവ് ചെയ്ത് നാളെയെങ്കിലും എന്നെ നോക്കി ഒന്ന് ചിരിക്കുക. നിനക്കറിയാം ഈ മെസ്സേജ് ഞാൻ അയക്കുന്നതെന്ന്. അതുകൊണ്ട് പേര് പറയുന്നില്ല. ഓഹോ, ഇത് ഭയങ്കര ബുദ്ധിയായി പോയല്ലോ. എനിക്കറിയണ്ടേ? ഞാൻ വിശാഖല്ലല്ലോ. പിന്നെ ഈബൽ, ഐ ലവ് യു സോ മച്ച് എന്ന് സജിത പറഞ്ഞിട്ടുണ്ട്. ഈബൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്. പിന്നെ ഞാൻ 7 വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞങ്ങളുടെ കല്യാണം അവർ സമ്മതിച്ച് തന്നിരിക്കുക. ഡിസംബർ 27 ഞങ്ങൾ കല്യാണം കഴിക്കുകയാണ്. റീനു, എൻ്റെ അഖിലേട്ടിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? ഡെഫിനറ്റ്ലി. ഇതുപോലെ പാട്ടുകൾ വേണോ? മെസ്സേജ് അയക്കണോ? എന്നാൽ 56070 അയച്ചോളൂ. ഫോമാറ്റ് അത് ഈ പാട്ട് കഴിഞ്ഞേ തരുള്ളൂ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരു ലില്ലിപ്പൂവിൻ്റെ നൈർമല്യം നീ സഖി, ഒരു പനിനീർപ്പൂവിൻ്റെ പരിമളം നീ, ഒരു മാടപ്രാവിൻ്റെ കുറുകൽ പോൽ നിൻ സ്വരം, ഒരു ശരത്കാല നിലാവ് പോൽ നീ. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഒരുപാട് പ്രണയകഥകൾ നമ്മൾ വായിക്കാറില്ലേ? എന്തുകൊണ്ടോ ഒത്തിരി പേരും പുറത്ത് പറയുന്നത് നഷ്ടപ്രണയങ്ങളെക്കുറിച്ചാണ്. പ്രണയകഥകൾക്ക് എന്തോ ഒന്നുണ്ട്. ഈ ലോകത്തിലെല്ലാവരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രണയം തിരിച്ചറിയാറുണ്ട്, പ്രണയിക്കാറുണ്ട്. ഇത്ര കോടി പ്രണയങ്ങളുണ്ടെങ്കിലും ഓരോ പ്രണയവും വ്യത്യസ്തമാണ്. ചില പ്രണയങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിക്കുന്ന സുഗന്ധങ്ങളാണ്. ചിലത് ഓരോ നിമിഷവും നേറുന്ന വേദന. മറ്റു ചില പ്രണയങ്ങൾ 1000 സൂചിമുനകളാൽ നമ്മെ കുത്തി നോവിക്കും. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഇന്നും ഒരു പ്രണയകഥയ്ക്ക് നേരമായി കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.